ക്ഷേത്രത്തിൽ എന്തൊക്കെയാ നടന്നത്? രത്നഹാരം മോഷണം പോയ ദിവസം ക്ഷേത്രത്തിൽ വന്ന ഭക്തരെയെല്ലാം കർപ്പൂര ദീപത്തിന്മേൽ കൈ കാണിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ആരുടെയും കൈ പൊള്ളിയില്ല, കനിമൊഴിയുടെ കൈയും പൊള്ളിയില്ല. പക്ഷേ ഭൈരവിയുടെ കൈ പൊള്ളി അടർന്നു. എല്ലാ സത്യവും അവൾ ഉച്ചത്തിൽ വിളിച്ചു കൂവി. രത്നഹാരം ഭൈരവിയെ ഏൽപ്പിച്ചത് കരികാലനാ. മണ്ഡപത്തിൽ ഭാണ്ഡം വെച്ചിട്ട് കനിമൊഴി അന്നദാനത്തിന് പോയ തക്കം നോക്കിയ ഭൈരവി രത്നഹാരം ഭാണ്ഡത്തിൽ വെച്ചത്. എന്നിട്ട് രാജാവ് അവർക്ക് ശിക്ഷയൊന്നും വിധിച്ചില്ലേ? വിധിച്ചല്ലോ. ഭൈരവിക്കും കരികാലനും 101 ചാട്ടവാറടി വീതമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നന്നായി. 2 ദുഷ്ടജീവികളും ചാട്ടവാറടിയേറ്റ് പാഠം പഠിക്കട്ടെ. എവിടെ പാഠം പഠിക്കാൻ? കരികാലനങ്ങൊന്നും ഭൈരവി മാമിയും ഇനിയും പത്തിയെടുത്തിരിക്കും. കുറച്ചു കാലത്തേക്കെങ്കിലും അവരടങ്ങുമല്ലോ മോളെ. ഇനി വേണം മനസമാധാനത്തോടെ ശിവാലയ യാത്രയുടെ വിശേഷങ്ങൾ കേൾക്കാൻ. അതിനു മുൻപ് പ്രാതല് കഴിക്കാം. എല്ലാവരും വാ. ഇനി വെച്ച് വിളമ്പുന്ന ജോലിയൊക്കെ എനിക്കാ. വാ. അയ്യോ, സഹിക്കാനാവാത്ത നീറ്റൽ. ദേഹമാസകലം ചുട്ടുപൊള്ളുക. യമകണ്ഠൻ കാലൻ തല്ലി തൊലി പൊളിച്ചു. അമ്മാമെ പതുക്കെ. ഇതെങ്ങാനും രാജഭടന്മാർ കേട്ടോണ്ട് വന്നാലുള്ള അവസ്ഥ അറിയാമോ? യമകണ്ഠകൻ കാലനെന്നൊക്കെ അമ്മാമ വിളിക്കുന്നത് രാജാവിനെയാണെന്ന് അവർ തെറ്റിദ്ധരിക്കും. അവർ തിരുമനസിനെ അറിയിച്ച 101 ചാട്ടവാറടി കൂടി അമ്മാമയ്ക്ക് വീണ്ടും വാങ്ങേണ്ടി വരും. കരുതാ കൊടുത്ത് വളയ്ക്കാതടാ. അയ്യോ, വേദന സഹിക്കണില്ലേ? അമ്മാമേ, എന്റെ പരിചയത്തിൽ പ്രസിദ്ധനായ ഒരു കാട്ടുവൈദ്യനുണ്ട്. പച്ചിലമരുന്ന് തേനിൽ ചാലിച്ചുള്ള പ്രയോഗം. എത്ര ആഴത്തിലുള്ള മുറിവും അദ്ദേഹം ഉണക്കിയിരിക്കും. പക്ഷേ പണം ഇത്തിരി ചെലവാക്കേണ്ടി വരും. ഒന്നാലോചിച്ച നിനക്ക് ചാട്ടവാറടി കിട്ടിയത് നന്നായി. നിന്റെ ആനക്കെടുപ്പത് പൊണ്ണത്തടി ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. ഉള്ളംകാലം മുതൽ ഉച്ച വരെ നീറ്റൽ അരിച്ചു കയറുമ്പോഴാ അയാളുടെ ഒരു ഫലിതം. അല്ലേ, രണ്ടുപേര് എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? നിങ്ങളുടെ ഈ അവസ്ഥക്കെല്ലാം കാരണം മീനാക്ഷിയാ. വാളും പരിചയം എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ല്. നിങ്ങളെയൊക്കെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മീനാക്ഷി, വള്ളിയമ്മ, കനിമൊഴി അവരൊക്കെ ഇപ്പോ ആർത്ത് ചിരിക്കായിരിക്കും. അടങ്ങരുത് അമ്മാമേ, അവരെ തകർത്തിരിക്കണം. നാം സുഖം പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. നമ്മൾ അനുഭവിക്കുന്ന യാതനയുടെ 10 ഇരട്ടി അവർ അനുഭവിച്ചിരിക്കും. മഹാദേവ, ഗംഗാധര, രുദ്രാക്ഷപ്രിയ ഭഗവാനെ, അടിയനെ പ്രസാദിക്കണേ. അനുഗ്രഹം ചൊരിയണേ. പാദരക്ഷ തുന്നിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അടിയൻ ജീവിക്കുന്നത്. വേണ്ടത്ര തൊഴിൽ ലഭിക്കണേ ദേവ. അങ്ങേക്ക് പ്രിയപ്പെട്ടവളായ ഗംഗാദേവിയും അടിയൻ ഉള്ളഴിഞ്ഞ് ഉപാസിക്കുന്നുണ്ട്. ഗംഗാസമേതനായി വന്ന് അടിയനിൽ അനുഗ്രഹവർഷം ചൊരിയണേ ഭഗവാനെ. ശ്രീ നീലകണ്ഠ.
മീനാക്ഷിയോ? ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള വരവായിരിക്കും. മീനാക്ഷി സുഖമായിരിക്കുന്നോ? ആ സുഖമായിരിക്കുന്നു. ആ അറിവാളൻ ചേട്ടനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. എവിടെയായിരുന്നു? കുറെ ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനായിട്ട് പോയിരുന്നു. കൂട്ടത്തിൽ കുലത്തൊഴിലായ പാദരക്ഷ തുന്നൽ പണിയും ചെയ്തു. ആട്ടെ, വള്ളിയമ്മയും പേരക്കുട്ടിയും സ്വദേശത്തേക്ക് മടങ്ങിയായിരുന്നോ? ഇല്ല, അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരമായിട്ടില്ല. കഷ്ടം. സാധുക്കളായ അവരെ മഹാദേവൻ വല്ലാണ്ട് പരീക്ഷിക്കുക. അല്ല, മഹാഭക്തയായ മീനാക്ഷിയുടെ കാര്യവും മറിച്ചല്ലല്ലോ. ആ, എല്ലാം നേരെയാവും മീനാക്ഷി. ഇനി കുറച്ചു കാലം കുലത്തൊഴിൽ ഈ നാട്ടിൽ തന്നെ ചെയ്യാന്ന് വിചാരിക്കുക. കേടായ പാദരക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ മടിക്കണ്ട. ചേട്ടാ, ചേട്ടന് ഗംഗാദേവി പ്രത്യക്ഷത്തിലുണ്ടെന്നാണല്ലോ അറിയുന്നത്. കാശിയിൽ നിന്ന് ഗംഗാതീർത്ഥം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തീർത്ഥം കിട്ടിയാൽ നന്നായിരുന്നു. ആ, കഴിഞ്ഞ യാത്രയിൽ കാശിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഉടനെ ഒരു കാശി യാത്ര ഉണ്ടാവും. ആ, മീനാക്ഷിക്ക് ഗംഗാതീർത്ഥം കൊണ്ടുവരാൻ ഞാൻ മറക്കില്ല. ശരി. അല്ല, ഗംഗാതീർത്ഥത്തിന് മീനാക്ഷി എന്തിനാ എന്നെ ആശ്രയിക്കുന്നത്? ക്ഷേത്രത്തിൽ പോയി കൈലാസനാഥനെ ഉറക്കെ ഒന്ന് വിളിച്ചാ പോരെ? ഭഗവാൻ ഗംഗാതീർത്ഥം മീനാക്ഷിയുടെ കൈക്കൂമ്പിളിൽ കൊണ്ടൊന്ന് നിറച്ചു തരില്ലേ? ശരി. ആ, രണ്ടുപേർക്കും 101 ചാട്ടവാറടിയും ഏറ്റുവാങ്ങേണ്ടി വന്നു. രാജാവു രാജ്ഞിയും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ലെന്നാ കേട്ടത്. തയ്യാറാകരുതല്ലോ. 101 ചാട്ടവാറടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തോന്നാണ് ശിക്ഷ? ചാട്ടവാറടി ഏറ്റപ്പോഴുള്ള അധികാരിയുടെയും ഭൈരവിയുടെയും അലറിപ്പുളഞ്ഞ നിലവിളി 10 നാഴിക അകലെ വരെ കേട്ടെന്നാ കേട്ടവർ പറയുന്നത്. എന്താ അമ്മയ്ക്കൊരു പ്രസന്നതയില്ലാത്തത്? എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും സ്വന്തം മകന്റെ ഭാര്യയല്ലേ ഭൈരവി. അവൾ ചാട്ടവാറടിയേറ്റ് ഇടനെഞ്ചു പൊട്ടി അലറി വിളിച്ചെന്ന് കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു ഭാരം. ദേ വള്ളിയമ്മേ, അറുത്തിട്ട മുറി കൂടുന്ന ഇനമാ ഭൈരവി എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള ഭൈരവിയോട് ഈ ജന്മം കാരുണ്യം, ആർദ്രത, സഹതാപം ഇതൊന്നും പാടില്ല. എന്റെയും അഭിപ്രായം അത് തന്നെ. സത്യം പറയാലോ അമ്മേ, അവരുടെ ശിക്ഷയുടെ തീവ്രത കേട്ടപ്പോ എനിക്ക് വല്ലാത്ത മനസ്താപം തോന്നി. പക്ഷേ അവർ ആ ശിക്ഷ എല്ലാ തരത്തിലും അർഹിക്കുന്നില്ലേ? ശിക്ഷ കഴിഞ്ഞതിന് ശേഷം കരികാലൻ അങ്ങന്ന് മേലധികാരിയായി സ്ഥാനം ഏറ്റോ ആവോ? ഭൈരവിയുടെ തറവാട്ടിൽ കരികാലനും ഭൈരവിക്കും ഒരുമിച്ചായിരുന്നു ചികിത്സ. ഏതോ തൈലം പകർന്നൊഴിച്ച് ഇരുവരുടെ മുറിവുകൾ കരിച്ചത് വള്ളിയമ്മയുടെ മകൻ ഏകാംബരനായിരുന്നത്രേ. ആ അമ്മേ, നമുക്ക് തിരുമേനിക്കൂടെ കണ്ടിട്ട് പോവാം. അങ്ങോന്നേ, ആ വള്ളിത്തള്ളെ മീനാക്ഷി ആ അസത്ത് പിള്ളേരും വീണ്ടും ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ചാട്ടവാറടിയേറ്റ് മേലധികാരി ഭൈരവി അട്ട പുളയത പോലെ പുളഞ്ഞിട്ടുണ്ടെന്ന് ആ സുന്ദരിക്കോത മീനാക്ഷി. അത് കേട്ട് ഉച്ചത്ത് ചിരിക്കാൻ ആ വള്ളിയും പുള്ളിയും കള്ളിയും. മാത്രമോ കുംഭ കുളിക്കച്ചിരിക്കാനേ ആ മേൽശാന്തിക്കാരൻ അവിഞ്ഞ തിരുമേനിയും. അത് കണ്ടപ്പോ എന്റെ ഉള്ളംകാലം മുതൽ ഉച്ചി വരെ തരിച്ചു കയറിയതാ.
നാം വല്ലാതെ തുച്ഛനായിപ്പോയി, പലരുടെയും മുമ്പിൽ അപഹാസ്യനായിപ്പോയി. ചാട്ടവാറടിയുടെ പാടുപോലും മാഞ്ഞിട്ടില്ല. അത് മാറുന്നതിന് മുമ്പ് എല്ലാവരുടെയും ചിരി നാം കറുപ്പിച്ചിരിക്കും. അങ്ങനെ അങ്ങ് ഒതുങ്ങരുത്. ഒതുങ്ങും തോറും ഓങ്ങിക്കൊണ്ട് വരുന്ന കൂട്ടരവരൊക്കെ. നമശിവായ മുഴങ്ങി കേൾക്കണ്ട ശ്രീകോവിലിന് മുന്നിലേ നാറിയ പരദൂഷണം. ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ അങ്ങോന്ന് പിന്നെ എന്തോന്ന് മേലധികാരി. ചാട്ടവാറടി കിട്ടിയതോടെ മേലധികാരിയുടെ ശൗര്യമൊക്കെ ചീറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അത്രയ്ക്കായോ? എങ്കിൽ മേലധികാരിയുടെ ശൗര്യം ചീറ്റിപ്പോയിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. കാണിച്ചു കൊടുക്കാം. വീണ്ടും പരദൂഷണം പറഞ്ഞു വരുത്താൻ ക്ഷേത്രത്തിലേക്ക് വന്നതായിരിക്കും അല്ലേ? ഞങ്ങൾ പരദൂഷണം പറഞ്ഞു വരുത്താൻ വന്നൊന്നുമല്ല. രത്നഹാര മോഷണത്തിന്റെ സത്യസന്ധത തെളിയിച്ചതിന് ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ എല്ലാ ദുഷ്ചെയ്തികൾക്കും കൂട്ടുനിൽക്കാൻ ഇവിടുത്തെ മേൽശാന്തി ഉണ്ടല്ലോ. എന്നാലേ അയാളുടെ വാക്കുകൾ കേട്ട് ആരും മറക്കടകനെ പോലെ ഇളിച്ച് കാണിക്കണ്ട. മനസ്സിലായോ? ഇവളെ പോലെയുള്ള ഹീനജാതിക്കാരെ ഉൾപ്പെടെ തോളിലേറ്റ് നടക്കുന്ന മേൽശാന്തി ഉണ്ടല്ലോ, അയാളെ വേണം ഇവിടെ നിന്ന് പുറത്താക്കാൻ. മേലധികാരി, ആരാണ് ഈ ഹീനജാതിക്കാർ? ശിവാലയ യാത്രയ്ക്ക് പോകുന്നൊരു ഭക്തയ്ക്ക് വേണ്ട ഉപദേശങ്ങളും ഉപകാരങ്ങളും ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ഒരു ശിവക്ഷേത്രത്തിലെ മേലധികാരി. അതിന് പുറപ്പെടാൻ ഒരുങ്ങിയ നിരപരാധിയായ ഒരു കുട്ടിയെ കള്ളിയാക്കി കാരാഗ്രഹത്തിൽ അടപ്പിക്കാൻ കൂട്ടുനിന്നവനല്ലേ നിങ്ങൾ? ആ നിങ്ങൾക്കുള്ളിടത്തോളം ദൂഷ്യം ഹീനജാതിക്കാർക്കില്ല. എന്തിനാ ഭാവം? നിങ്ങളുടെ തനിനിറം പുറത്തായപ്പോൾ മഹാരാജാവിന്റെ മുന്നിൽ അടിച്ചു വീണ് മാപ്പിരുന്നതുകൊണ്ടാ ദീർഘമായ തടവ് ശിക്ഷ ചാട്ടവാറടിയിൽ ഒതുങ്ങിയത്. നിങ്ങൾ ആരെന്ന് മഹാരാജാവിന് നന്നായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളെ തളയ്ക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക തിരുമനസ്. തൊഴാൻ വന്ന ഭക്തയെ തല്ലിയാലേ നിങ്ങളുടെ കഴുത്തിനു മുകളിൽ തലയുണ്ടാവില്ല. ധൈര്യം ഉണ്ടെങ്കിൽ തല്ലു, കാണട്ടെ. തക്ക സമയത്ത് മഹാരാജനെ കണ്ട് മീനാക്ഷി ആവലാതി ബോധിപ്പിച്ചതുകൊണ്ടാ കനിമൊഴി രക്ഷപ്പെട്ടത്. അതിന്റെ ഫലമായിട്ടാ കാലപാശം ചുറ്റിയതുപോലെ നിങ്ങളുടെ ദേഹത്ത് ഈ പാട് വീണത്. മറന്നുപോയോ? മതി മീനാക്ഷി, ഇനി നമുക്ക് 10 നമഃശിവായ മന്ത്രം ജപിക്കാം. അതിന് പുണ്യമെങ്കിലും കിട്ടും. വിടില്ലെന്ന് നമ്മുടെ മുഖത്തു നോക്കി കുരച്ചവരുടെയൊക്കെ നാവ് നിശ്ചലമാക്കുന്നുണ്ട് നാം. മീനാക്ഷി,
ആ ഇന്നെന്താ തൊഴിലിന് പോകുന്നില്ലേ? ഓ പോയിട്ടൊരു കാര്യമില്ല. തൃക്കടയൂർ ദേശക്കാരിൽ ഭൂരിഭാഗം പേരും പാദരക്ഷ ഉപയോഗിക്കുന്നവരല്ല. ഇനി ഉപയോഗിക്കുന്ന കൂട്ടർക്കോ അവ കേടാവൊന്നുമില്ല. പണി തീരെ കുറവാണെന്ന്. കുറെ പാദരക്ഷകൾ കേടായി. അറിവാളൻ ചേട്ടന് പണി കൊടുക്കണേന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആ മീനാക്ഷി, ഞാൻ ഉടനെ കാശിക്ക് പോവും. കുറച്ചു കാലം ഗംഗാ സ്നാനവും കാശിനാഥ ദർശനവും തുന്നൽ പണിയൊക്കെ ആയിട്ട് കാശിയിൽ പാർക്കാതെ വിചാരിക്കുന്നു. നന്നായി. ചേട്ടന്റെ ഇഷ്ട ദൈവത്തിന്റെയും നദിയുടെ നാടല്ലേ. കുലത്തൊഴിലിനും ഒരു പഞ്ഞം ഉണ്ടാവില്ല. ആ എന്നാണ് പോകുന്നത്? യാത്ര ഉടനെ ഉണ്ടാവും. മീനാക്ഷി ആവശ്യപ്പെട്ട ഗംഗാ തീർത്ഥം ഒരു കുംഭം നിറച്ചു കൊണ്ടുവന്നേക്കാം. ശരി, എന്നാ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ആ തേടി വെള്ളി കാലി ചുറ്റി. അതെ, ഈ പാദരക്ഷകളൊന്ന് തുന്നിത്തരാമോ? അങ്ങീ ഭാണ്ഡക്കെട്ടിലാണോ പാദരക്ഷ സൂക്ഷിക്കുന്നേ? ഇത് പിഞ്ചി പോയപ്പോ നാം ഭേഷായിട്ട് കഴുകി ഭാണ്ഡത്തിൽ സൂക്ഷിച്ചതാണ്. ഈ പാദരക്ഷകൾ തുന്നുന്ന ആൾക്കാരെ ഇപ്പൊ മരുന്നിന് പോലും കാണാനില്ല. എന്തിന്, ഈ കാശിയിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ കാശിനാഥൻ കാട്ടിത്തന്നതാവും. ഇടയ്ക്കിടയ്ക്ക് കാശിയിൽ വന്ന് ഗംഗാസ്നാനവും കഴിച്ച് കാശിനാഥനെ തൊഴുതു മടങ്ങുന്ന ഒരു ബ്രാഹ്മണനാണ് ഞാൻ. താങ്കളെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്താണ് പേര്? എവിടെയാണ് സ്വദേശം? അറിവാളെന്ന എന്റെ പേര്. സ്വദേശങ്ങ് തൃക്കടയൂരിനടുത്താ. ഓ, അവിടെ പണിയും കാര്യങ്ങളൊക്കെ കുറവാണേ. ഞാനും ഒരു ശിവഭക്തനാ. ഇടയ്ക്കിടയ്ക്ക് കാശിനാഥനെയും കാണാം. തുന്നൽ പണിയും ചെയ്യുന്ന കണക്ക് കൂട്ടിയാ കാശിയിലോട്ട് വന്നത്. നന്നായി. കാശിനാഥന്റെ മണ്ണിൽ കഴിയുന്നവർക്കൊന്നും അഷ്ടിക്ക് മുട്ടുണ്ടാവില്ല. ഭഗവാനെ, കാശിനാഥ, ജഗന്നാഥ, നീ തന്നെ തുണ. ഇതാ അസലായിട്ട് തുന്നിയിട്ടുണ്ട്. നിങ്ങൾ അതിവിദഗ്ധനായ ഒരു തുന്നൽക്കാരൻ തന്നെ. എല്ലാം കാശിനാഥന്റെ അനുഗ്രഹം. ഇതാ. അയ്യോ വേണ്ട, പണമൊന്നും വേണ്ട. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടതല്ലേ. പണമൊക്കെ ഇനി വരുമ്പോ വാങ്ങിക്കൊള്ളാം. എന്നാലും പണിയെടുത്തതിന് എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അങ്ങ് എനിക്ക് മറ്റൊരു ഉപകാരം ചെയ്തു തന്നാ മതി. എന്താണ്? അങ്ങ് ഗംഗാസ്നാനത്തിന് പോവുകയല്ലേ? അതെ. ആ ഈ വെറ്റിലേം പാക്കും അങ്ങ് ഗംഗാ നദിയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഒരിക്കലും ഇത് നദിയിലേക്ക് വലിച്ചെറിയരുത്. ഇത് ഗംഗയിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് എന്താണ് കാര്യം? ഗംഗാദേവി നേരിട്ട് വന്ന് സ്വീകരിച്ചോളൂ. അങ്ങ് പോയി ഈ വെറ്റിലേം പാക്കും നീട്ടി നോക്കണം. പിന്നൊരു കാര്യം, ദേവിയുടെ കയ്യിലല്ലാതെ ഇത് മറ്റെവിടെയും വെക്കരുത്. ശരി. ഗംഗാദേവി നേരിട്ട് വന്ന് വെറ്റേം പാക്കും സ്വീകരിക്കുക. ശിവ ശിവ.